ചേന്നമംഗലം കുന്നത്തളി ക്ഷേത്രം. എറണാകുളം ജില്ലയിൽ പറവൂരിൽ ചേന്നമംഗലത്ത് പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ഒരു ക്ഷേത്രമാണ് ചേന്നമംഗലം കുന്നത്തളി മഹാദേവ ക്ഷേത്രം. 108 ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന ഈ ക്ഷേത്രം കേരള ദ്രാവിഡ ശൈലിയുടെ ഉത്തമ ഉദാഹരണമായ ക്ഷേത്രനിർമ്മിതിയാൽ പ്രസിദ്ധമാണ്. കിഴക്കു ദർശനമായുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള പരമശിവനാണ്. കൂടാതെ തുല്യപ്രാധാന്യത്തോടെ ഭദ്രകാളിയും ഉപദേവതകളായി ഗണപതി, ശാസ്താവ്, ദക്ഷിണാമൂർത്തി, അഘോരമൂർത്തി, മഹാവിഷ്ണു, പഞ്ചമുഖ ശിവൻ, വീരഭദ്രൻ, സപ്തമാതൃക്കൾ, ദുർഗാദേവി, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. വൈഷ്ണവശഭൂതനായ ശ്രീ പരശുരാമനാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം. കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്ത് വീട്ടുകാരുടെ ഉടമസ്ഥയിലാണ് ഈ ക്ഷേത്രം. അവർണ സമുദായക്കാർക്ക് ക്ഷേത്രപ്രവേശനം നൽകാൻ പാലിയം സത്യാഗ്രഹം നടന്നത് ഈ ക്ഷേത്രത്തിന് സമീപമാണ്. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടായി വരുന്ന 8 ദിവസത്തെ കൊടിയേറ്റുത്സവവും കുംഭമാസത്തിലെ ശിവരാത്രിയുമാണ് ഇവിടെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. 1947 ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തുകൂടി സഞ്ചരിക്കാൻ അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ട് അവർണ സമുദായക്കാർ നടത്തിയ ഒരു പരിപാടിയായിരുന്നു പാലിയം സത്യാഗ്രഹം. ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തായിരുന്നു കൊച്ചി രാജാക്കന്മാരുടെ പരമ്പരാഗത മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ്റെ വീട്. വീടിന് സമീപത്തുകൂടെ സഞ്ചരിക്കാൻ അവകാശം ചോദിച്ച് നടത്തിയ ഈ സമരം ഉദ്ഘാടനം ചെയ്തത് പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവും തിരുവിതാംകൂർ പ്രധാനമന്ത്രിയുമായിരുന്ന സി കേശവനാണ്. 100 ദിവസം നീണ്ടുനിന്ന സമരത്തിൽ ആയിരക്കണക്കിന് വ്യക്തികൾ രക്തസാക്ഷിത്വം വരിച്ചു. എന്നാൽ ഇതിനെ തുടർന്ന് 1947 ഡിസംബർ 20 കൊച്ചി രാജാവ് ക്ഷേത്ര ദർശനത്തിന് ചുറ്റും അവർക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. പരശുരാമ പ്രതിഷ്ഠ എന്ന് പറയുന്നുണ്ടെങ്കിലും ചേന്നമംഗലത്തെ ശിവലിംഗം സ്വയംഭൂവാണെന്നാണ് പൊതുവിശ്വാസം. 2000 വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്വയംഭൂ പ്രതിഷ്ഠയുള്ള പല ക്ഷേത്രങ്ങളിലേതും പോലെ ഒരിക്കൽ പുല്ലുചെത്താൻ വന്ന ഒരു സ്ത്രീ ഇവിടെ കണ്ട ഒരു കല്ലിന്മേൽ തൻ്റെ അരിവാൾ ഉരച്ചപ്പോൾ അതിൽ നിന്നും രക്തപ്രവാഹം ഉണ്ടായതും ആ വിവരം അറിഞ്ഞെത്തിയ നാട്ടുപ്രമാണിമാർ അവിടെ ശിവസാന്നിധ്യം തിരിച്ചറിഞ്ഞതുമായിരിക്കും ഇതിൻ്റെ ഐതിഹ്യ കഥ. എന്നാൽ ചേന്നമംഗലം എന്ന ഈ സ്ഥലത്തിൻ്റെ പേരിനെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. ജയന്തൻ എന്ന പദം ലോപിച്ചുണ്ടായതാണ് ചേന്നൻ എന്ന വാക്കെന്നും അതിനാൽ ജയന്തമംഗലം ലോപിച്ച് ചേന്നമംഗലമായതാണെന്നും പറയപ്പെടുന്നു. ജയന്തൻ മഹാവിഷ്ണുവിൻ്റെ പര്യായ നാമമാണ്. പേരിനെ അനർത്ഥമാക്കും വിധത്തിൽ സ്ഥലത്ത് ഒരു മഹാവിഷ്ണു ക്ഷേത്രവുമുണ്ട്. അതല്ല ജയന്തൻ എന്ന മഹർഷി തപസ് ചെയ്തുകൊണ്ടാണ് സ്ഥലത്തിന് ആ പേര് കിട്ടിയതെന്നും പറയുന്നുണ്ട്. മറ്റൊരു കഥയിൽ ചൂർണമംഗലം എന്ന പേരാണ് ചേന്നമംഗലമായതെന്നും പറയുന്നു. ചൂർണി എന്നും അറിയപ്പെടുന്ന പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടാണ് ആ പേര് കിട്ടിയതെന്നാണ് ആ വാദക്കാർ പറയുന്നത്. പെരിയാറിൻ്റെ തീരമായതിനാൽ വില്ലാർവട്ടം എന്നും അറിയപ്പെട്ടിരുന്നു അത്രേ ഈ സ്ഥലം. ഒരു കാലത്തെ വില്ലാർവട്ടം രാജാക്കന്മാരായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. അവർ ക്ഷത്രിയരായിരുന്നുവെന്നും ഒടുവിലത്തെ വില്ലാർവട്ടം രാജാവ് ക്രിസ്തുമതം സ്വീകരിച്ചതിനാൽ കൊച്ചി രാജാവ് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുകയും ആ സ്ഥാനം പാലിയത്തച്ഛന് നൽകുകയും ചെയ്തുവെന്നും വിശ്വസിക്കപ്പെടുന്നു. വില്ലാർവട്ടം സ്വരൂപം കാലാന്തരത്തിൽ അന്യം നിന്നു പോയി. ചേന്നമംഗലം ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്ത് പെരിയാറിൻ്റെ പടിഞ്ഞാറേക്കരയിൽ കിഴക്കോട്ട് ദർശനമായാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. ക്ഷേത്രത്തിന് മുൻവശത്തുകൂടി NH 66 കടന്നു പോകുന്നു. പ്രധാന വഴിയിൽ നിന്ന് നോക്കിയാൽ തന്നെ പച്ചപ്പ് നിറഞ്ഞ ക്ഷേത്രമതിൽക്കവും ഏതാനും ഉപദേവതാ ക്ഷേത്രങ്ങളും കാണാം. കവാടത്തിന് സമീപം ഒരു പടുകൂറ്റൻ അരയാൽമരമുണ്ട്. അതിന് ചുവട്ടിൽ 3 ഗണപതി വിഗ്രഹങ്ങൾ കാണാം. ശിവപാർവതി പുത്രനും പ്രഥമ പൂജിതനുമായ ഗണപതി ഭഗവാനെ തൊഴുത് അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങിയാണ് ഭക്തർ ക്ഷേത്ര ദർശനത്തിന് പോകുന്നത്. 6 ഏക്കർ വരുന്ന അതിവിശാലമായ മതിൽക്കകമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. മതിൽക്കകത്ത് കടന്നാൽ ആദ്യം കാണുന്നത് പച്ച പരവതാനി വിരിച്ച മതിൽക്കകവും അതിനു മുകളിൽ ഉയർന്നു നിൽക്കുന്ന 6 ഉപദേവതാ ക്ഷേത്രങ്ങളുമാണ്. ഇരുവശത്തും 3 വീതം കാണാം. തെക്കുഭാഗത്ത് ശ്രീകോവിലുകളിൽ ദുർഗാ ഭഗവതിയും ശിവഭഗവാന്റെ വ്യത്യസ്ത ഭാവങ്ങളായ അഘോരമൂർത്തിയും ദക്ഷിണാമൂർത്തിയുമാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ വടക്കുഭാഗത്ത് ശ്രീകോവിലുകളിൽ മഹാവിഷ്ണുവും ബ്രഹ്മാവും ശിവഭൂതഗണങ്ങളാൽ പ്രധാനിയായ ഭൃംഗീരടിയുമാണ്
കുടികൊള്ളുന്നത്. അഘോരമൂർത്തിയും ദക്ഷിണാമൂർത്തിയും ഒഴികെ ബാക്കി എല്ലാവരും പടിഞ്ഞാട്ട് ദർശനമായി വാഴുന്നു. തെക്ക് ഭാഗത്തുള്ള ശ്രീകോവിലുകൾക്ക് വെള്ള നിറവും വടക്ക് ഭാഗത്തുള്ള ശ്രീകോവിലുകൾക്ക് മഞ്ഞയും ചുവപ്പും നിറങ്ങളും പൂശിയിരിക്കുന്നു. തെക്കു പടിഞ്ഞാറേ മൂലയിൽ യക്ഷി കുടിയിരുത്തപ്പെട്ടിരിക്കുന്നു. അത്യപൂർവമായ വാൽക്കണ്ണാടി രൂപത്തിലുള്ള യക്ഷിപ്രതിഷ്ഠയാണ് ഇവിടെ. യക്ഷിപ്രതിഷ്ഠയ്ക്കടുത്ത് നാഗദൈവങ്ങളും ബ്രഹ്മരക്ഷസും സാന്നിധ്യം അരുളുന്നു. വില്ലാർവട്ടം സ്വരൂപത്തിൻ്റെയും പാലിയത്തച്ഛന്മാരുടെയും കാലത്ത് പ്രതാപത്തിൽ ശോഭിച്ചിരുന്ന ഈ മഹാക്ഷേത്രം ഇന്ന് അത്യന്തം പരിതാപകരമായ അവസ്ഥയിലാണ്. ക്ഷേത്രത്തിൽ ഒരുപാട് പാഴ്ചെടികൾ വളർന്നിരിക്കുന്നു. മതിൽക്കെട്ടും നാലമ്പലവും അപൂർണമാണ്. പുറത്തെ പ്രദക്ഷിണ വഴിയിൽ പലയിടത്തും അപകടം പതിയിരിക്കുന്നു. പ്രത്യേകിച്ച് തെക്ക് ഭാഗത്ത് ശ്രീകോവിലും മണ്ഡപവും ആകെ മൊത്തം ജീർണിച്ചിരിക്കുന്നു. ഇവയെ തുടർന്ന് ക്ഷേത്രം ഇപ്പോൾ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ചതുരാകൃതിയിൽ 2 തട്ടുകളോടെ നിർമ്മിച്ചാണ് ഇവിടുത്തെ ശ്രീകോവിൽ. 3 മുറികൾക്കുള്ളിലാണ് ഗർഭഗൃഹം പണിതിരിക്കുന്നത്. പ്രധാന മൂർത്തിയായ ശ്രീ മഹാദേവൻ ഏകദേശം 4 അടി പൊക്കം വരുന്ന സ്വയംഭൂലിംഗത്തിൽ കിഴക്കോട്ട് ദർശനമായി സാന്നിധ്യമരുളുന്നു. അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. അതിനാൽ തന്നെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ധാരാളം ഭക്തർ ഇവിടെ വരാറുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അഷ്ടദിക്പാലകരെ ഇവിടെ ചിത്രരൂപത്തിൽ അതത് ദിക്കുകളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇവിടെ സോപാനം വളരെ താഴ്ന്നതാണ്. വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ ഇത് കാണാൻ കഴിയൂ. ഇരുവശത്തു നിന്നും കയറാവുന്ന വിധത്തിലാണ് സോപാനം പണിതീർത്തിരിക്കുന്നത്. ശ്രീകോവിൽ ഓടിട്ടിരിക്കുകയാണ്. ചെമ്പ് താഴിക കുടമാണ് ഇവിടെ ഉള്ളത്. ഇവ ക്ഷേത്രത്തിൻ്റെ ജീർണാവസ്ഥയെ എടുത്തു കാണിക്കുന്നു. ഇപ്പോൾ സ്ഥലത്തെ ഭക്തജനങ്ങളുടെ അശ്രാന്ത പരിശ്രമം മൂലം ശ്രീകോവിൽ പുതുക്കി പണിയാൻ പദ്ധതി ഉണ്ടാക്കി വരികയാണ്. ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് നാലമ്പലം. അതിവിശാലമാണെങ്കിലും ഇതിൻ്റെ തെക്കുഭാഗം വളരെ ഇടുങ്ങിയതാണ്. കൂടാതെ പടിഞ്ഞാറ് ഭാഗം അപൂർണവും നാലമ്പലത്തിനകത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് തിടപ്പള്ളി സ്ഥിതി ചെയ്യുന്നു. ഇതിന് സമീപമാണ് ഭദ്രകാളി പ്രതിഷ്ഠ. കൊടുങ്ങല്ലൂരമ്മയാണ് ഇവിടെ ഭദ്രകാളിയായി വാഴുന്നത്. അതീവ രൗദ്രഭാവം കലർന്ന ഭഗവതിക്ക് സമീപം സപ്തമാതൃക്കളും വീരഭദ്രനും ഗണപതിയും സാന്നിധ്യം അരുളുന്നു. ഭഗവതിയും സപ്തമാതൃക്കളും വടക്കോട്ടും വീരഭദ്രൻ പടിഞ്ഞാട്ടും ഗണപതി കിഴക്കോട്ടും ദർശനമായി വാഴുന്നു. ഈ ഭഗവതി ക്ഷേത്രം പിൽക്കാലത്ത് പണിതതാണ്. ഭഗവതി ക്ഷേത്രം വന്ന ശേഷമാണ് തെക്ക് ഭാഗം ഇടുങ്ങിപ്പിടിച്ചത്. മതിയായ സംരക്ഷണത്തിൻ്റെ അഭാവത്തിൽ ക്ഷേത്രനാലമ്പലത്തിൽ പാഴ്ചെടികൾ പടർന്ന് പന്തലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവ എടുത്തുമാറ്റി നാലമ്പലം കരിങ്കല്ല് പാകാനുള്ള ശ്രമം നടന്നു വരുന്നു. നാലമ്പലത്തിനകത്ത് തന്നെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ദമ്പതി ശാസ്താവ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. പൂർണ്ണ, പുഷ്കല എന്നീ 2 പത്നിമാർക്കൊപ്പമുള്ള ശാസ്താവിനെയാണ് ദമ്പതി ശാസ്താവ് എന്ന് പറയുന്നത്. വിഗ്രഹരൂപത്തിന് പകരം ശിവലിംഗതുല്യനായ 3 രൂപങ്ങളാണ് ഹരിഹരപുത്രനായ ശാസ്താവിനെയും പൂർണ്ണയെയും പുഷ്കലയെയും പ്രതിനിധീകരിക്കുന്നത്. വനശാസ്ത്ര സങ്കല്പവും ഇവിടെ ഭഗവാനുണ്ട്. അതിനാൽ ശ്രീകോവിലിന് മേൽക്കൂര ഇട്ടിട്ടില്ല. വടക്കു ഭാഗത്ത് അല്പം മാറി ഒരു ചെറിയ ശ്രീകോവിലുണ്ട്. ഇവിടെയും ശിവപ്രതിഷ്ഠ തന്നെയാണ്. വടക്കുനാഥൻ എന്നാണ് ഈ പ്രതിഷ്ഠയ്ക്ക് പറയുന്ന പേര്. നാലമ്പലത്തിൻ്റെ വടക്കേ മതിലിനോട് ചേർന്നാണ് ഇവിടുത്തെ ശ്രീകോവിൽ പണിതിരിക്കുന്നത്. 108 ശിവക്ഷേത്രങ്ങളിൽ പ്രഥമസ്ഥാനം അലങ്കരിക്കുന്ന തൃശിവപ്പേരൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ അതേ സങ്കല്പമാണ് ഇവിടെയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രധാന പ്രതിഷ്ഠയുടെ അത്ര പഴക്കം ഇതിനില്ല. ക്ഷേത്രത്തിൽ ഇതുവരെ ഒരു ഭാഗത്തും ഗോപുരങ്ങൾ പണിതിട്ടില്ല. ഇപ്പോൾ പണിയാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. പ്രധാന ശ്രീകോവിലിന് തൊട്ടുമുമ്പിൽ ചതുരാകൃതിയിൽ 4 കാലുകളോടെ നിർമ്മിച്ചതാണ് ഇവിടുത്തെ നമസ്കാര മണ്ഡപം. ഇന്നിത് നാമമാത്രമായി നിലകൊള്ളുന്നു. കാരണം ഇതിൽ നമസ്കരിക്കാൻ സ്ഥലമില്ല. ശിവവാഹനമായ നന്ദിയുടെ ഒരു ഭീമൻ ശില്പവും ഇവിടെ കാണാം. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ചേന്നമംഗലം കുന്നത്തളി മഹാദേവ ക്ഷേത്രം. അവയിൽ ചിലത് ഇവയാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ പ്രധാന പ്രതിഷ്ഠയ്ക്ക് മുൻവശത്തുള്ള ഉപദേവത പ്രതിഷ്ഠകളെല്ലാം പ്രധാന പ്രതിഷ്ഠയ്ക്ക് അഭിമുഖമായാണ് ഉണ്ടാവുക. എന്നാൽ ഇവിടെ മുൻവശത്തുള്ള ശ്രീകോവിലുകളിൽ അഘോരമൂർത്തിയുടെയും ദക്ഷിണാമൂർത്തിയുടെയും ശ്രീകോവിലുകൾ മാത്രം കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. അവയിൽ തന്നെ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയുടെ ദർശനം രസകരമാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ പ്രധാന ശ്രീകോവിലിൽ തന്നെ തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ദക്ഷിണാമൂർത്തിയെ ഇവിടെ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മറ്റൊന്ന് മഹാവിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും സാന്നിധ്യമാണ്. മഹാവിഷ്ണു പ്രതിഷ്ഠ പൊതുവെ സാധാരണമാണെങ്കിലും ബ്രഹ്മപ്രതിഷ്ഠ ഭാരതത്തിൽ തന്നെ അപൂർവമാണ്. ബ്രഹ്മാവിനെ പൂജിക്കാത്തതിന് പല കാരണങ്ങളും പുരാണങ്ങളിൽ പറഞ്ഞു വരുന്നുണ്ട്. രാജസ്ഥാനിലെ പുഷ്കറിൽ മാത്രമാണ് ബ്രഹ്മാവിന് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ഉള്ളത്. എങ്കിലും ത്രിമൂർത്തി സാന്നിധ്യമുള്ള ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പുണ്യമായി കണക്കാക്കപ്പെടുന്നു. ബ്രഹ്മാവിൻ്റെ ശ്രീകോവിലിന് 4 ഭാഗത്തും വാതിലിട്ടിട്ടുണ്ട്.
ചതുർമുഖനായ ബ്രഹ്മാവിൻ്റെ ഓരോ മുഖവും ദർശിക്കാനാണ് വാതിലിട്ടിരിക്കുന്നതെന്നാണ് സാരം. അതേസമയം ഈ പ്രതിഷ്ഠ ബ്രഹ്മാവല്ല, ശിവന്റെ പഞ്ചമുഖലിംഗമാണെന്നും പറയപ്പെടുന്നു. അതിന് തെളിവുകൾ ഉണ്ട് താനും. വിഗ്രഹം ശിവലിംഗ രൂപത്തിലാണ്. ഏകദേശം 1.5 അടി ഉയരം വരും. ശിവന് 5 മുഖങ്ങളുണ്ടെന്നും പുരാണം പറയുന്നു. അവ സദ്യോജാതം, വാമദേവം, അഘോരം, തൽപുരുഷം, ഈശാനം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇവയിൽ ഈശാനമുഖം മാത്രം ആകാശത്തേക്ക് ദർശനമായിരിക്കുന്നുവെന്നും മറ്റുള്ളവ യഥാക്രമം പടിഞ്ഞാറ്, വടക്ക്, തെക്ക്, കിഴക്ക് എന്നീ ദിശകളിലേക്ക് ദർശനമാണെന്നുമാണ് വിശ്വാസം. ഈ 4 മുഖങ്ങൾ കാണാൻ വേണ്ടിയാകണം 4 ഭാഗത്തും വാതിലുകൾ. മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിൽ ബ്രഹ്മാവിൻ്റെ പഞ്ചമുഖ ശിവൻ്റെ ശ്രീകോവിലിന് വടക്കുഭാഗത്താണ്. പതിവ് പോലെ ചതുർബാഹുബിംബമാണ് ഭഗവാൻ ഇവിടെയും. മറ്റൊന്ന് ക്ഷേത്രത്തിലുള്ള യക്ഷി പ്രതിഷ്ഠയാണ്. അത്യപൂർവമായി കാണപ്പെടുന്ന വാൽക്കണ്ണാടി രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് യക്ഷിയുടേത്. യക്ഷി പ്രതിഷ്ഠയ്ക്ക് നേരെ മാത്രമായി വള്ളിപ്പടർപ്പ് വന്നിരിക്കുന്നതും കാണാം. പിന്നൊന്ന് നാലമ്പലത്തിനകത്തോട് തന്നെയുള്ള ഭദ്രകാളി ക്ഷേത്രമാണ്. കൊടുങ്ങല്ലൂർ അമ്മയായി വാഴുന്ന ഭദ്രകാളിയുടെ വടക്കോട്ട് ദർശനമായി പ്രത്യേക ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അതിനോട് ചേർന്നുള്ള സപ്തമാതൃ പ്രതിഷ്ഠയും രസകരമാണ്. സാധാരണയായി അത്യപൂർവമായി മാത്രം കണ്ടുവരാറുള്ള വിഗ്രഹരൂപത്തിലുള്ള പ്രതിഷ്ഠകളാണ് ഇവിടെ സപ്തമാതൃക്കൾക്ക് അംഗരക്ഷകരായി ഗണപതിയും വീരഭദ്രനുമുണ്ട്. ശ്രീകോവിൽ ചുവരുകളിലെ അഷ്ടദിക്പാലക രൂപങ്ങളാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ അഷ്ടദിക്പാലകരെ ശ്രീകോവിലിൻ്റെ അതത് ഭാഗത്ത് ഇന്ദ്രൻ കിഴക്ക്, അഗ്നി തെക്കുകിഴക്ക്, യമൻ തെക്ക്, നിര്യതി തെക്ക് പടിഞ്ഞാറ്, വരുടൻ പടിഞ്ഞാറ്, വായു വടക്കു പടിഞ്ഞാറ്, കുബേരൻ വടക്ക്, ഈശാന്യൻ വടക്ക് കിഴക്ക് ചിത്രരൂപങ്ങളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവർക്ക് നിത്യവും വിളക്കുവെപ്പുമുണ്ട്. മറ്റൊരു പ്രത്യേകത ഗണപതിക്ക് സമീപത്തുള്ള നാഗരാജ പ്രതിഷ്ഠയാണ്. മറ്റൊരു ക്ഷേത്രത്തിലും ഇത് കാണാൻ കഴിയില്ല. നാലമ്പലത്തിന് പുറത്തും നാഗരാജ പ്രതിഷ്ഠയുണ്ട്. കൂടാതെ ശാസ്താ പ്രതിഷ്ഠയും പ്രത്യേകതയാണ്. പൂർണ്ണ പുഷ്കല സമേതനായ ശാസ്താവിനെ ശിവലിംഗ രൂപത്തിലുള്ള 3 വിഗ്രഹങ്ങളായി പൂജിച്ചു വരുന്നു. വനശാസ്ത്ര സങ്കല്പമുള്ളതിനാൽ മേൽക്കൂര തുറന്നിട്ടിരിക്കുകയാണ്. വടക്കുനാഥ പ്രതിഷ്ഠയാണ് മറ്റൊരു പ്രത്യേകത. നാലമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിൽ നിന്നും അല്പം മാറി മതിലിനോട് ചേർന്ന് വടക്കുനാഥ പ്രതിഷ്ഠ. അതിനാൽ പ്രദക്ഷിണം വയ്ക്കാൻ കഴിയില്ല. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശ്രീ പരമശിവനിലൂടെ അർദ്ധനാരീശ്വരനായി കുടികൊള്ളുന്നു. 4 അടിയോളം ഉയരം വരുന്ന സ്വയംഭൂവായ ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അർദ്ധനാരീശ്വര സങ്കല്പമായതിനാൽ പാർവതി സാന്നിധ്യവും ശിവലിംഗത്തിലുണ്ട്. തന്മൂലം ശിവശക്തി ഐക്യരൂപമായി പ്രതിഷ്ഠ കുടികൊള്ളുന്നു. ഉപദേവതകൾ: ദക്ഷിണാമൂർത്തി, അഘോരമൂർത്തി, മഹാവിഷ്ണു, ബ്രഹ്മാവ് അല്ലെങ്കിൽ പഞ്ചമുഖ ശിവൻ, വടക്കുന്നാഥൻ, ഗണപതി, ശാസ്താവ്, വീരഭദ്രൻ, ദുർഗ, ഭദ്രകാളി, സപ്തമാതൃക്കൾ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, ഭൃംഗീരടി, യക്ഷി. പൂജാവിധികളും വിശേഷങ്ങളും. നിത്യേന 3 പൂജകൾ പടിത്തരമായുള്ള ഈ ക്ഷേത്രത്തിൽ രാവിലെ 5 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 8 മണി വരെയും ദർശനം നടത്താം. വേഴപ്പറമ്പ് മനയ്ക്കാണ് തന്ത്രാധികാരം. എല്ലാ ശിവക്ഷേത്രങ്ങളിലും അതിഗംഭീരമായി ആചരിക്കപ്പെടുന്ന കുംഭമാസത്തിലെ മഹാശിവരാത്രി ഇവിടെയും അതിഗംഭീരമായി നടത്തപ്പെടുന്നു. അന്ന് വിശേഷാൽ നാമജപവും ലക്ഷാർച്ചനയും ക്ഷേത്രത്തിലുണ്ടാകും. അന്ന് രാത്രിയിൽ നട അടക്കില്ല. രാത്രിയിലെ ഓരോ യാമത്തിലും യാമപൂജയും കലശാഭിഷേകവും ഉണ്ടാകും.